ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ റീഡിംഗ് ആണ്. അപ്പോൾ ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇത് നോക്കാം. കാർഡ് ഓൾറെഡി ഷഫിൾ ചെയ്ത് വെച്ചേക്കുവാണ്. നമുക്ക് ഓരോന്ന് നോക്കാം. ഈ തേർഡ് പാർട്ടി ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് കണക്ട് ചെയ്ത ആ വ്യക്തിനെ കുറിച്ചാണ്. ഓക്കെ, സോ ഇവിടെ എനിക്ക് കാണാൻ പറ്റും നിങ്ങളുടെ എനർജി ഒരു കാം എനർജി ആയിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഈ വ്യക്തിയെ ചേസ് ചെയ്ത് മടുത്തു. ഇപ്പം നിങ്ങൾക്ക് ശരിക്കും ഈ വ്യക്തിനെ തന്നെ മതി, ഇത് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകണം ആയിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഇപ്പം ഭയങ്കരമായിട്ട് മടുത്തിരിക്കുകയാണ്. പിന്നെ ഒരു റീസെൻ്റ് ആയിട്ട് നിങ്ങൾ എല്ലാം നല്ലപോലെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഒരു റീസെൻറ്റ് പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഇടയിൽ. അത് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാം എന്താ പറയുക, നിങ്ങൾ ഒരുപാട് ഇവരെ സ്നേഹിച്ചിരുന്നു. പക്ഷെ ആ ഒരു സംഭവം നടന്നതിന് ശേഷം, ഈ തൊട്ടടുത്ത് തന്നെ എന്തോ സംഭവം നടന്നതിന് ശേഷം നിങ്ങൾക്ക് എല്ലാം ഒരു പാതി മനസ്സോടെ പോകുന്ന പോലെയാണ്. ഇവന്തോ നിങ്ങൾ ഇവിടെ ഒരു റിലേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സ്റ്റേജിലായിരിക്കാം, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. പക്ഷെ എന്തുവാണേലും എല്ലാം നിങ്ങൾക്ക് തന്നെ ഒരു മടുത്ത ഒരു സിറ്റുവേഷൻ, ഒരു പാതി മടുത്ത ഒരു സിറ്റുവേഷനിലാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഈ വ്യക്തി നിങ്ങളുടെ ഒരാളോട് അവരുടെ ഫീലിങ്സ് മറച്ചു വെക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ഇവരെ ആയിരിക്കാം സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ആയിരിക്കാം. എന്തായാലും അല്ലെങ്കിൽ സ്നേഹിക്കുന്നുണ്ടാവില്ല, ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം. പക്ഷെ അവരുടെ ഫീലിങ്സ് അവർ മറച്ചു വെക്കുകയാണ്. അതാണ് കാണാൻ കഴിയുന്നത്. സോ ഇവന്തോ നിങ്ങളെല്ലാം ഹാഫ് ഹാർട്ടഡ്ലി ആണ് ചെയ്തെങ്കിലും, ഒരു പാതി മനസ്സോടെയാണ് ചെയ്തെങ്കിലും, നിങ്ങളുടെ ഇടയിൽ എന്തോ ഒരു സ്റ്റെബിലിറ്റി, ഒരു കണക്ഷൻ, ഒരു അട്രാക്ഷൻ ഇവിടെ ഉണ്ട്. ആൻഡ് നിങ്ങളുടെ കാര്യം ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ നേരത്തെ ഇവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിലും ഇപ്പം നിങ്ങൾ ഫുള്ളി കാമാണ്, എല്ലാം സേഫായിട്ട് പോവാണോ എന്തുവാണോ. നിങ്ങളിപ്പോൾ ഒരു കാം സ്റ്റേറ്റിൽ നിന്നിട്ട് വരുന്നിടത്ത് വെച്ച് കാണട്ടെ, ആ ഒരു മനസ്സിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അപ്പം ഈ തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് നിങ്ങളായിട്ട് കണക്ട് ചെയ്ത ആ പേഴ്സണുമായിട്ട് ഇപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് വെറും ഒരു ഓപ്ഷനാണ്. ഈ വ്യക്തിക്ക് അവരോട് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമില്ല. അവരെ വെറുതെ ഒരാൾ പോകുമ്പം, ഒരാൾ പിണങ്ങിയിരിക്കുമ്പം സ്നേഹിക്കാനുള്ള ഒരാളോ അങ്ങനെ ഒരു ഓപ്ഷനായിട്ടാണ് കാണുന്നത്. ഈ തേർഡ് പാർട്ടി ആയിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ഫിനാൻഷ്യൽ ഡീലിംഗ് ഇവിടെ കാണുന്നുണ്ട്. പിന്നെ അത് നല്ലോണം കാണുന്നുണ്ട്. അത് മാത്രമല്ല, അവരുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ബർത്ത്ഡേ ആയിട്ട് കണക്ട് ചെയ്ത് എന്തോ ഒരു ഡീലിങ്സ്, അപ്പോഴും ഒരു ഫിനാൻഷ്യൽ ഡീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ബർത്ത്ഡേ ഗിഫ്റ്റ്, വലിയൊരു ഫിനാൻസ് എവിടെയോ കാണുന്നുണ്ട്. ആൻഡ് ഇപ്പോഴും അവർക്ക് തോന്നുന്നത്, ഈ തേർഡ് പാർട്ടിക്ക് തോന്നുന്നത് അവരൊരു ഓപ്ഷൻ മാത്രമാണ്. ഇവന്തോ ചില ദിവസങ്ങൾ അവർക്ക് ഗുഡ് ഡേയ്സ് വരാം, പക്ഷെ നാളെ ആകുമ്പോൾ അത് ബാഡ് ഡേയ്സ് ആകാം. അങ്ങനെ അവർക്ക് ഇപ്പോൾ ഒരു തോന്നി തുടങ്ങുന്നുണ്ട്, ഇവരിവിടെ നിൽക്കുന്നത് ശരിയാണോ, അങ്ങനൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് ഇവരിയ്ക്കുന്നത്. അപ്പം നിങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആരെയും ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ആരിൽ നിന്ന് ഓടിപ്പോവാനോ ശ്രമിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിലിപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് വരിക, ഞാനിവിടെ ഉണ്ട്, നിങ്ങൾ പോകുന്നെങ്കിൽ പോക്കോ, ഞാൻ ഒരിക്കലും നിങ്ങളുടെ പുറകിൽ ഓടി വരത്തില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിൽ ഫേമായിട്ട് നിങ്ങൾ നിൽക്കുവാണ്. അതാണ് ഏറ്റവും നല്ലൊരു ആറ്റിറ്റ്യൂഡാണത്. ഒരു സെൽഫ് റെസ്പെക്റ്റ് എപ്പോഴും നമുക്ക് വേണം. നിങ്ങളൊരു ഹെൽത്തി ബൗണ്ടറിയാണ് ഈ പേഴ്സണായിട്ട് കീപ്പ് ചെയ്യുന്നത്. ഈ വ്യക്തിക്ക് ഒരു അബാൻഡൻ ചെയ്ത, എന്നെ ഒറ്റപ്പെടുത്തുന്നു അങ്ങനെ ഒരു ഫീലിങ്ങിലാണ് ഈ ഒരു വ്യക്തി ഇപ്പം. നിങ്ങളുടെ വ്യക്തി പക്ഷെ ഇപ്പം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കറക്റ്റായിട്ടുള്ള തീരുമാനമെടുക്കണം. അവർ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, അവർ നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സും ഈ തേർഡ് പാർട്ടിയോടുള്ള ട്രൂ ഫീലിങ്സും കറക്റ്റായിട്ട് നിങ്ങളോട് പറയുന്നില്ല, നിങ്ങളോട് മറച്ചു വെക്കുന്നുണ്ട്. അവരിവിടെ ഹോണസ്റ്റായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. നിങ്ങളുടെ ഈ ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ ഒരു എംപ്രസ് അവരുടെ സ്പേസ് ക്ലെയിം ചെയ്ത്, അല്ലെങ്കിൽ ഒരു ക്യൂൻ അവരുടെ സ്പേസ് ക്ലെയിം ചെയ്ത്, ഞാൻ ഇവിടുന്ന് മാറുന്നില്ല, എൻ്റെ മനസ്സ് തർപ്പിച്ചിരിക്കുകയാണ്. ഇനി എന്തോ സിറ്റുവേഷൻ അടുത്തത് വരുന്നു, അത് ഈ പേഴ്സൺ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ തേർഡ് പാർട്ടി കൊണ്ടുവരുന്നു, എന്തുമായാലും നിങ്ങൾ നേരിടാൻ നിങ്ങൾ തയ്യാറായിരിക്കുന്ന അത്രയും സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. അപ്പം എന്ന് വെച്ചാൽ നിങ്ങളൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന പോലെ, ഒരു കിങ് അല്ലെങ്കിൽ ക്യൂൻ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന പോലെയുള്ള ഒരു സിറ്റുവേഷനിൽ അത്രയും സ്ട്രോങ് ആണ് ഇമോഷണലി നിങ്ങൾ.
പക്ഷെ ഇവിടെ യുദ്ധം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവരോട് പോയി ഈ ഒരു ലവറിനോട് പോയി നിങ്ങൾ യുദ്ധം ചെയ്യാനോ അല്ലെങ്കിൽ വെറുതെ ആർഗ്യുമെൻറ്റിനോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻറ്റിനോ ഒന്നും നിങ്ങൾ പോകാൻ റെഡിയല്ല. പക്ഷെ അവരിങ്ങോട്ട് സംസാരിക്കാൻ വരുവാണെങ്കിൽ ഇപ്പോൾ ഒരു അത്രയും കോണ്ടാക്റ്റ് ഉള്ള സിറ്റുവേഷനായിട്ടല്ല കാണുന്നത്, ഓൾമോസ്റ്റ് നോ കോണ്ടാക്റ്റ് ആണ് കാണുന്നത്. അപ്പോൾ അവരിപ്പോൾ ഇങ്ങോട്ട് വരുവാണെങ്കിലും അവരെന്ത് പറയാൻ വന്നാലും നിങ്ങൾ അതിന് ഫുള്ളി തയ്യാറെടുത്തിരിക്കുവാണ്. അതിനുള്ള റെസ്പോൺസ് എങ്ങനെയായിരിക്കും എന്ന്, റിപ്ലൈ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ നിങ്ങൾ ഇപ്പോഴേ മനസ്സിലെല്ലാം കുറിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഒന്നും കൂടെ നോക്കുവാണെങ്കിൽ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പം അവർ ഇവരുടെ മനസ്സെന്ന് വെച്ചാൽ ഇവരുടെ ഇൻസ്റ്റിങ്ക്റ്റ്, ഇവരുടെ മനസ്സ് പറയുന്നത് വെച്ചാൽ നിങ്ങൾ അവിടെ കാണും, നിങ്ങൾ എവിടെയും പോകാൻ പോകുന്നില്ല. ഇത് പണ്ടും നിങ്ങൾ തമ്മിൽ ഫൈറ്റും ആർഗ്യുമെൻറ്റും അതുപോലെ നോ കോണ്ടാക്റ്റ് ഉണ്ടായിട്ടും നിങ്ങൾ അവരുടെ പുറകിന് ചെന്നിട്ടുണ്ട്. അപ്പം ചെന്നിട്ടുണ്ടായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പം അവരതുകൊണ്ട് കോൺഫിഡൻ്റ് ആണ്, നിങ്ങൾ അവിടെ തന്നെ കാണും. അവർ നിങ്ങളുടെ പുറകിന് ഓടി വരാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ചിന്താഗതിയിലാണ് അവർ പോകുന്നത്. അതുകൊണ്ട് ഞാൻ വലിയ എഫേർട്ടൊന്നും എടുക്കണ്ട, എപ്പോൾ വേണമെങ്കിലും പുറകിന് ചെന്നാൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ നിങ്ങൾ അവരുടെ കൂടെ കാണും എന്നൊരു കോൺഫിഡൻസ്, ഓവർ കോൺഫിഡൻസിലാണ് അവർ ഇരിക്കുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ ഇതുപോലെ തന്നെ 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് പറയുന്നത് വെച്ചാൽ ഇവർ എങ്ങോട്ടോ മാറുവാണ്, ഇവർ ദൂരോട്ട് പോകുന്ന പോലെ തോന്നുന്നുണ്ട്. ഇവർ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ദൂരോട്ട് പോകുന്ന പോലെ, മീൻസ് ഇവർ ദൂരോട്ടെന്ന് വെച്ചാൽ ട്രാവൽ ചെയ്ത് ഫിസിക്കലി മൂവ് ചെയ്യണമെന്നല്ല, മനസ്സുകൊണ്ട് എന്തോ ആരോ ഇവരിലൊരാൾ ദൂരോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഈ തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോൾ ആലോചിക്കുന്ന പോലുമില്ല. അവർ നിങ്ങളെപ്പറ്റി ഒന്നും സംസാരിക്കുകയോ ഒന്നും തന്നെ നിങ്ങളൊരു ടോപ്പിക് ആവുന്നത് പോലുമില്ല അവരുടെ ഇടയിൽ. ഓക്കെ, സോ ഇവർ ഇപ്പോഴും ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, ഫിനാൻസ് ഇതിൻ്റെ ഇടയ്ക്ക് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ മാറിപ്പോകുന്നത് ഇവരെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവരൊന്നെങ്കിൽ ഇപ്പം മാറിപ്പോയിട്ടുണ്ടാകാം. ഓക്കെ, ഒന്നെങ്കിൽ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഇപ്പം ഇത് നടന്നിട്ടുണ്ട്, ഇവർ മാറിപ്പോയിട്ടുണ്ട്. അപ്പം ഇവർക്ക് അത് ഭയങ്കര എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇവരൊട്ടും പ്രതീക്ഷിച്ചില്ല. അത് മാത്രമല്ല ഇവർ ആ ഒരു പോകുന്നത് ഒരു ഫോക്കസ് ചെയ്തിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ പോകാനിരിക്കുന്നു അല്ലെങ്കിൽ പോയത് ഓർത്ത് ഇവർ അതിനെ ഓർത്ത് ഫോക്കസ് ചെയ്യുക. ബിക്കോസ് ഇവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, ഇവർ പോയല്ലോ എന്നൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ കാർഡ് നോക്കുകയാണെങ്കിൽ ക്യൂൻ ഓഫ് കപ്സ് റിവേഴ്സ്ഡ്, ഇപ്പം ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ ആരും ഇല്ല, പക്ഷെ നിങ്ങൾക്ക് ആരും ഉള്ളതായിട്ട്, നിങ്ങൾ ഒന്നെങ്കിൽ ഒരു ഫ്രണ്ടായിട്ട് കാണുന്ന ഒരാളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടും വേറെ ഒരാളോട് ഇഷ്ടമെന്ന് വെച്ചാൽ അതൊരു ലവ് ആവണമെന്നില്ല. നിങ്ങളുടെ വിഷമഘട്ടത്തിലും നിങ്ങളുടെ വിഷമങ്ങൾ പറയാൻ ഇപ്പോഴും ഏതോ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയായിട്ട് റിലേഷനിലാവണം, അല്ലെങ്കിൽ കൂടുതൽ റിലേഷൻ ആവണമെന്നല്ല, അല്ലാതെ തന്നെ കൂടുതലൊന്ന് അറ്റാച്ച്ഡ് ആവണം എന്നുള്ള ഒരു മനസ്സും നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ആരെയോ, ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ആരും ഇപ്പോൾ കളിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ ആരെയോ ഇതുപോലെ സ്നേഹിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കംഫർട്ട് ചെയ്യാൻ ഒരാൾ ഉള്ളതുപോലെയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. സോ ഇപ്പം എനിക്ക് കാണുന്നതെന്ന് വെച്ചാൽ ഈ വ്യക്തി പോയി കഴിഞ്ഞിട്ട് ഇവർ നിങ്ങളുടെ അടുത്ത് തിരിച്ച് വരുമെന്നാണ്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ അടുത്ത് തിരിച്ച് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 2 ചോയ്സ് വന്ന പോലെയാണ് കാണുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നിങ്ങൾ സ്നേഹിച്ച ആളും, ബിക്കോസ് ഇത് കുറച്ച് നാളും കൂടെ കഴിഞ്ഞുള്ള കാര്യമാണ് കാണിക്കുന്നത്. സോ ഇവർ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സെക്കൻഡ് ഒരു ഓപ്ഷൻ ഉണ്ടാവുന്നത് പോലെയാണ്. പിന്നെ നിങ്ങൾക്ക് തന്നെ ഒരു ചോയ്സ് പോലെ നിങ്ങൾ തന്നെ കൺഫ്യൂസ്ഡ് ആണ്, ഇവരുമായിട്ട് റിലേഷൻ ആവണോ അതോ ഇവരെ വിട്ടിട്ട് മറ്റൊരാളായിട്ട് റിലേഷൻ ആവണോ. ഇത് റിലേഷൻ തന്നെ അല്ല, ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും ഇത് ഫോളോ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് 2 ചോയ്സാണ് വരാൻ പോകുന്നത്. ഈ തേർഡ് പാർട്ടി പോയി കഴിഞ്ഞ് ഈ വ്യക്തി ഇപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളുടെ അടുത്തോട്ട് വരുമ്പോൾ. ഓക്കെ, ഇനിയുള്ള കാര്യം നോക്കുവാണെങ്കിൽ ഈ തേർഡ് പാർട്ടി ഒരു പ്രശ്നത്തിന് വരില്ല, അവർ പോവുകയാണ്. അവർ ഇമോഷണലിയോ ഡിസ്റ്റൻസ് ഫിസിക്കലിയോ ആണെങ്കിലും പോകുന്ന രീതിയാണ് കാണുന്നത്. നിങ്ങൾ 2 പേരും ഇവർ പോയി കഴിഞ്ഞ് നിങ്ങൾക്ക് 2 പേർക്കും തോന്നുന്നത് അവർ വിൻ ചെയ്തു. നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ഈ ഒരു ബാറ്റിൽ നിങ്ങൾ മിണ്ടാതിരുന്നിട്ട് അവർ തനിയെ പോയല്ലോ,
നിങ്ങളാണ് ഈ ഒരു ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ഈ യുദ്ധം നിങ്ങളാണ് ജയിച്ചത് എന്നൊരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തോട്ട് വരും. ആൻഡ് നിങ്ങൾക്ക് ഇതൊന്നും ഈ തേർഡ് പാർട്ടി പോകുന്നതോ വരുന്നതോ ഒന്നും കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫോക്കസേ ഉണ്ടാവില്ല. നിങ്ങൾക്ക് അപ്പോഴും നിങ്ങളുടെ ഫോക്കസ് നിങ്ങളെ സ്നേഹിക്കുന്ന വേറൊരു വ്യക്തി, ഓക്കെ, നിങ്ങളായിട്ട് സ്നേഹം ഉള്ള വേറൊരു വ്യക്തി അവർ നിങ്ങളെ വിട്ടു പോവോ, സപ്പോസ് നിങ്ങൾക്ക് ഒരു ഫ്രണ്ട് മാത്രമായിരിക്കാം, എന്നാലും അവർ പോവുമോ, അവർ കൂടെ നിൽക്കില്ലേ, അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഫോക്കസ്. കുറച്ച് നാൾ കഴിഞ്ഞ് ഈ ഒരു വ്യക്തിയിൽ നിന്ന് മാറി മറ്റൊരു വ്യക്തിയിലോട്ട് പോകും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവർ കാണിക്കുന്നതൊന്നും വലിയ കാര്യമായിട്ട് തോന്നില്ല. എന്തായാലും അവർ പോയി കഴിയുമ്പം നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. നിങ്ങളൊരു ബാറ്റിൽ വിൻ ചെയ്യുന്ന പോലെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പം നിങ്ങൾ ഈ നടുക്ക് നിൽക്കുന്ന ആളുടെ പോലെ ആകും. നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി വരുന്ന പോലെ, മീൻസ് ഇപ്പം എന്താ പറയുക, നിങ്ങൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നടുക്കെത്തും എന്ന് വെച്ചാൽ നിങ്ങൾ ഈ വ്യക്തിയുടെയും നിങ്ങൾ ഇപ്പം ഒരാൾ സ്നേഹിക്കാൻ വരുന്നവരുടെയും ഇപ്പം നിങ്ങൾ നോക്കുന്ന ലവറിൻ്റെയും നടുക്കായിട്ട് പ്ലേ ചെയ്യുന്ന പോലെയാണ്, കളിക്കുന്ന പോലെ ആയിരിക്കും നിങ്ങൾ നിൽക്കാൻ പോകുന്നത്. ഓക്കെ ദ ഫുൾ. സോ ഇത് ലാസ്റ്റായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ സിറ്റുവേഷൻ ഇതെല്ലാം മാറി മറിഞ്ഞ് ഈ തേർഡ് പാർട്ടി പോയി കഴിഞ്ഞ് നിങ്ങൾ നടുക്ക് നിൽക്കുന്ന ഒരു ഫീലിങ്ങിലായിട്ട് വരും. നിങ്ങൾ നടുക്ക് നിന്നിട്ട് നിങ്ങൾക്ക് 2 പേരെ ചൂസ് ചെയ്യുന്ന പോലെയാണ് വരുന്നത്. ഈ ഒരു ടൈമിംഗ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ നോക്കുന്ന വ്യക്തിയോട് നിങ്ങൾക്ക് ആ ഒരു ഇഷ്ടം, നേരത്തെ ഉണ്ടായിരുന്ന ഇഷ്ടവും സ്നേഹവും എല്ലാം കുറഞ്ഞു വരുന്ന പോലെ ഫീലിംഗ് ആണ്. എന്നാലും നിങ്ങൾക്ക് അവരെയും കൈവിടാൻ തോന്നില്ല, ബിക്കോസ് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പം എന്തായാലും നിങ്ങളുടെ ലൈഫിലോട്ട് 2 പാർട്ടി വരും. നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയി പോകും ആരെ ചൂസ് ചെയ്യണമെന്ന്. അതുമാത്രമല്ല ഇപ്പം നിങ്ങൾ നോക്കുന്ന വ്യക്തി, ഓക്കെ, തേർഡ് പാർട്ടിയായിട്ട് കണക്ഷനുള്ള വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ വരും. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ. തേർഡ് പാർട്ടീനെ ഓർത്ത് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവർ തന്നെ വിട്ടു പിരിയാനാണ് ചാൻസ്. ലവർ ആണെങ്കിൽ, ലവർ പോലെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണലായിട്ട് എന്തോ കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്ന വ്യക്തി അവർ തനിയെ പോയിക്കോളും. അവർ കൂടുതൽ ഫിനാൻഷ്യലി എന്തോ ഡീലിങ്സ് ആണ് ഇവർ തമ്മിലുള്ളത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഞാൻ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വേണ്ടി കാണുന്നത്. കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. എനിക്കും അതുപോലെ തന്നെ കാർഡ്സ് എല്ലാം ഒരു മൊത്തത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെ നിങ്ങൾക്ക് വേറൊരു വ്യക്തി വന്നു ചേരുന്നതൊക്കെയാണ് ഇവിടെ കാണുന്നത്. സോ എന്തായാലും ഈ മെസ്സേജസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഷുവറായിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ.